വിചാരിച്ച മാനവികത എന്ന് പറഞ്ഞാൽ വല്ല തക്കാളിയോ വെണ്ടക്കയോ ഒക്കെയാണ്. മാനവികത എന്ന് പറഞ്ഞാൽ വലിയൊരു മൂല്യഭാഷയെ മാനവികത. എനിക്കൊരു സംശയം, ഇത് തെരഞ്ഞെടുത്തപ്പോൾ മാനവികത ഞാൻ മുജാഹിദുകളുടെ സ്റ്റേജ് കയ്യേറൽ എന്നെങ്ങനെ മനസ്സിലാക്കിയേക്കും. മെനയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കടിയങ്ങാട് 250 കസേര ചുട്ടുകളഞ്ഞ് പെട്രോൾ അയച്ചിട്ട് പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? മാനവികത ഉണർത്തുന്ന ഉസ്താദ് കേരളത്തിൽ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന്റെ ബോഡി എവിടെയാ കൊണ്ടുപോയി തട്ടിയെന്ന് പോലും അറിയാത്ത വിധം കൊന്ന് ചാമ്പലാക്കിയ അംശമുസ്ലിയാക്കന്മാർ ജീവിച്ച ആ മർക്കസിലല്ലേ? അല്ലേ? മതിലകം കേസിൽ BJP-ക്കാരനെ തട്ടിയതും ടൈഗർ ബോയ്സ് അല്ലേ? സുന്നത്തുൽ ഇഹ്സാനിയല്ലേ? അല്ലേ? അല്ലേ? 5 BJP പ്രവർത്തകരെ കൊന്നതും ഈ ടൈഗർ ബോയ്സും സുന്നത്തുൽ ഇഹ്സാനിയല്ലേ? ഫയാസ്, ഷഫാസ്, വിയൂർ ജയിലിൽ കഴിയുന്ന ഷഫാസ്, കണ്ണൂർ സിറ്റിയിലെ മുജാഹിദ് പള്ളി അടിച്ചു പൊളിക്കാൻ AP സുന്നികളുടെ കൂടെ വന്ന ഷഫാസ് AP സുന്നിക്കാരനായിരുന്നു. തടിയന്റെ നസീറിന് ടൈഗർ ബോയ്സുമായി ബന്ധം പത്രത്തിൽ വാർത്തയാണ്. ടൈഗർ ബോയ്സുകാർക്ക് ക്ലാസ് എടുത്ത വിദ്വാൻ ആര്? തടിയന്റെ നസീർ. ഈ തടിയന്റെ നസീറിന് വെള്ളവും വളവും നൽകിയ ഉസ്താദ് നിങ്ങൾ മാനവികത പറയുകയോ? എന്തൊരു കൗതുകം! മാനവികത പറയാ അല്ലേ? നമ്മുടെ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ നമ്മുടെ സ്റ്റേജ് കയ്യേറി അടിച്ച് ഇലക്ട്രിക് ലൈനിലേക്ക് കമ്പി വലിച്ചെറിഞ്ഞ് സ്പാർക്കിംഗ് ഉണ്ടാക്കി മുജാഹിദുകളെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങൾക്ക് എന്ത് മാനവികത പറയാൻ അവകാശം? തിരുവനന്തപുരത്തെ നിയമസഭയുടെ താഴെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂക്കിന് താഴെ ഭീമാപള്ളിയിൽ 10-34 കുടുംബങ്ങളെ ഊരവിലക്കിയിട്ട് സ്വന്തം പെങ്ങളുടെ കല്യാണ വീട്ടിൽ ചെന്ന് കല്യാണത്തിൽ പങ്കെടുത്ത സഹോദരന് 250 രൂപ പേടപ്പിച്ച ഉസ്താദ് എന്ത് മാനവികതയാണ് നിങ്ങൾ ലോകത്തോട് പറയുന്നത്? അല്ലേ? സ്വന്തം മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാമെന്ന മുജാഹിദിനെ കോളർക്ക് പിടിച്ചു വലിച്ച് പള്ളി അങ്കണത്തിൽ പരിശുദ്ധ പള്ളിയുടെ ഉള്ളിൽ അടിയുണ്ടാക്കിയ AP ഉസ്താദിന്റെ കൂട്ടാളികൾക്ക് മാനവികത പറയാൻ എന്താ അവകാശം? മാനവികത പറയാൻ ബലി പെരുന്നാൾ ദിവസം ഉരുവിനെ ഇറക്കേണ്ടതിന് പകരം EK സുന്നിയെ വയനാട്ടിലെ പെണ്ണുങ്കോട്ടിൽ കത്തിവെച്ച് കറുത്തറുത്തു. EK സുന്നിയായ മനുഷ്യനെ AP സുന്നികൾ ഓമശ്ശേരിയുടെ മണ്ണിൽ EK സുന്നിയുടെ തലയിലേക്ക് കമ്പിയടിച്ചു കയറ്റി. തീർന്നില്ല, പൂനൊരു കോളിക്കൽ അംസാജിയുടെ വീട്ടിൽ കിടന്നിറങ്ങുന്ന അബൂബക്കർ ഹാജിയെ ബോംബിട്ട് AP സുന്നികൾ കൊന്നു. നിങ്ങളാണോ മാനവികത പറയുന്നത്? മാനവികത പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? മനുഷ്യരെ മനുഷ്യരായി കാണാനും സ്നേഹിക്കാനും കണ്ട സലാം പോലും മടക്കാത്ത അസ്സലാമു അലൈക്കും ഞങ്ങൾ AP സുന്നിയാ. ഈ AP സുന്നിയല്ലോ ഇടയ്ക്ക് ചന്നിപ്രാന്ത്. അസ്സലാമു അലൈക്കും നല്ല ബർക്കത്തോടു കൂടി പറഞ്ഞു ഞാൻ AP സുന്നിയാണ്. അതെന്നാ എന്റെ കുഴപ്പവും ഈ AP സുന്നിയായത്? വേറെ എന്തായാലും എന്നെ കുറിച്ച് പ്രതീക്ഷിക്കാം, നന്നാവുന്നു. മനസ്സിലായോ? വല്ലാത്തൊരു കേഡർ പാർട്ടി കേട്ടോ ഈ AP സുന്നി എന്ന് പറഞ്ഞ്. കേരളത്തിൽ ഒരു സ്ഥലത്തും നിങ്ങളാരും കൊണ്ടുവരുന്നത് കേട്ടോ ആ യാത്രക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാനല് കണ്ടില്ലേ, മൂപ്പരെ ശിഷ്യൻ ചെയ്തു കൂട്ടി. ഞാൻ പറയണ്ടല്ലോ, ഇതാണ് മാനവികത. മാനവികത എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഈ കാലയളവിനിടയിൽ യാതൊരു നന്മയും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ ഈ ദി ലൈഫ് അതിന്റെ ഫ്ലക്സ് വെച്ച് പലയിടങ്ങൾ, ബോർഡ് വെച്ച് പലയിടങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കറിയോ, കൊല്ലം ജില്ലയിലെ ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ചാൽ ഒരു ക്രിസ്ത്യാനി പ്രസംഗിക്കുന്ന ഒരു ദിവസം ആ നാട്ടിലെ മുഴുവൻ സുന്നിയുടെ പ്രസംഗം കേട്ടു. നബിയെ നിന്ദിക്കുന്ന, അള്ളാഹുവിനെ നിന്ദിക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുന്ന പ്രസംഗം. അന്ന് ഒരൊറ്റ AP സുന്നി ഇടപെട്ടില്ല. അതിന്റെ പിറ്റേന്ന് മുജാഹിദുകളുടെ പ്രസംഗമായിരുന്നു. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞു തീരുന്നതിന് പിന്നെ സ്റ്റേജ് ഇങ്ങനെ പറക്കുക. അപ്പൊ അവിടുന്ന് ഒരു സുന്നി കാക്ക, ഒരു AP സുന്നിക്കാരൻ്റെ വയസ്സൻ, അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഞാൻ മുജാഹിദാകുകയാണ്. എനിക്ക് മനസ്സിലായി ഇന്നലെ അള്ളാഹി റസൂലിനെ പൊടിച്ച തെറി ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ട് സന്തോഷിച്ചു. കാരണം നിങ്ങൾക്ക് അള്ളാഹി റസൂലിനെ ഇഷ്ടമല്ല, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാമെന്ന് അള്ളാഹിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ നിങ്ങൾ മുജാഹിദുടെ തല്ലി. അപ്പൊ ഉറപ്പായി നിങ്ങൾ അള്ളാഹിന്റെ ശത്രുവാണ്. ഞാനിതാ മുജാഹിദാകും. ഫ്ലക്സുകളൊക്കെ അടിച്ചു പൊളിക്കും. നിരീശ്വരവാദികൾ ഇവിടെ ഈശ്വരനില്ല എന്നൊരു വെച്ചു വെക്കുന്നു. ഇന്നേ വരെ ഈ AP സുന്നികൾ തകർത്തിട്ടുണ്ടോ? അള്ളാഹിന്റെ പേര് പറയുമ്പോഴേക്ക് ഇതിലേക്ക് ഭ്രാന്തറിയുണ്ട് അല്ലേ? കാരണം അള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രു കേരളത്തിലെ AP സുന്നികളാണ്. പടച്ചോന്റെ ശത്രു വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 45 അതിൽ അള്ളാഹ് പറയാട്ടോ, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ട ഒരു കൂട്ടർക്ക് ചൂടാവും. ഒരു സ്റ്റേജ് കയ്യേറും, കല്ലെറിയും, കൂക്കുപിടിക്കും. എന്നിട്ട് അള്ളാഹ് വല്ലദീന ഒരു വിശുദ്ധ ഖുർആൻ പറയാണ്. അതിന്റെ അപ്പുറം നേരെ മറിച്ച് വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബശിറൂൻ, അള്ളാഹിന്റെ കൂടെ ഒരു വദീനയും കൂടി പറഞ്ഞ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്.
കുപ്പസ്വാമിനെ വിളിച്ചോ അള്ളാനെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. മൊയ്തീൻ അള്ളാനെ വിളിച്ചോ പറഞ്ഞാൽ ഭയങ്കര ചിരി. അള്ളാനെ മാത്രം വിളിച്ച് വേർന്നെന്ന് പറഞ്ഞാൽ മുട്ടൻ കല്ലെടുത്തിട്ട് മോന്ത കുറ്റിക്ക് ഇട്ടത്. എങ്ങനെയുണ്ട്? ആരാ ഇസ്ലാമിന്റെ ശത്രു? ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കും. ഞാനിവിടെ മുസ്ലിം സമൂഹത്തോട് തീവ്രവാദത്തിലും ഭീകരവാദത്തിലും ഒക്കെ പെട്ടുപോയവരോട്, നിങ്ങൾക്കറിയില്ലേ, ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് ഡിസംബർ 6 നമ്മളൊരു സമ്മേളനം നടത്തി പാലക്കാട്, മതം മനുഷ്യ സൗഹാർദ്ദത്തിന്. പോലീസും ഡിപ്പാർട്ട്മെന്റും ഇന്ത്യയുടെ പാർലമെന്റ് വരെ ആ സമ്മേളനം ഉറ്റുനോക്കി. ആ സമ്മേളനം പൊളിക്കാൻ ശ്രമിച്ച ഏക ടീം ഏതറിയോ? ഈ ടൈഗർ പോയി നമ്മൾ ഉസ്താദും പാർട്ടിയും കാരന്തൂര് മർക്കസിന്റെ പ്രസ് പോയിട്ടേ ഒരു ബോർഡ്, ഒരു നോട്ടീസ്, എന്നിട്ട് പാലക്കാട് കോട്ട മൈതാനിയുടെ ഭിത്തിയിൽ മുഴുവൻ AP കുട്ടികൾ ടൈഗർ സിംഗുകൾ ഒട്ടിച്ച് ചോദിച്ചു നോക്കെ. ആ അനുഭവസ്ഥരായ മനുഷ്യരുടെ പോലുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അതിലെന്തായിരുന്നു ബോർഡ് അറിയോ? രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. മുജാഹിദ് സമ്മേളനം. എന്നിട്ട് ഹിന്ദുക്കളെയും മുജാഹിദിനെയും തമ്മിൽ തല്ലിച്ചേർന്ന് ചോര കുടിക്കുക. പോലീസുകാർ ഇങ്ങനെ ചെവി പിടിച്ച് തൂക്കി AP സുന്നിനെ. എന്നിട്ട് പോലീസുകാരെ കൈമ കിടന്നിട്ട് AP സുന്നി ടൈഗർ സുന്നി ഇങ്ങനെ പിടയ്ക്കുക. ഇന്നും ആ കേസ് എടുക്കുക. ആലോചിച്ച് നോക്കി, സമൂഹത്തിൽ ഫിത്തനയും വർഗീയതയും കുഴപ്പമുണ്ടാക്കുന്നവരാരാ? ഞാൻ പറയല്ല, AP സുന്നികളാണ്. മുജാഹിദുകൾ ഈ നാട്ടിൽ വന്നിട്ട് മനുഷ്യരെ സത്യത്തിലേക്ക് നയിച്ചു. ഖുർആൻ ഉദ്ധരിച്ചു, ഹദീസ് ഉദ്ധരിച്ചു. ഇപ്പൊ കാന്തപുരം പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ക്ലിപ്പിങ്ങിലൂടെ ഒരു കാലമാണല്ലോ. കാന്തപുരം പറയാ 2 മണിക്കൂർ മുജാഹിദുകൾ പ്രസംഗിച്ചാൽ 100 കണക്കിന് ആയത്തോടുവര് 28-ല് 38, 48-ല് 38, സൂറത്ത് ഇഖ്ലാസ് 38-ല് 48. എങ്ങനെയുണ്ട്? സൂറത്ത് ഇഖ്ലാസ് 38-ല് 48, സൂറത്ത് ഇഖ്ലാസ് 112 അധ്യായം. അതുപോലും അറിയാത്ത ഉസ്താദാ കേരള യാത്ര നടത്തുന്നത്. ഇത് ക്ലിപ്പിങ്ങിലിടാൻ മാത്രമല്ല, ആ ഉസ്താദ് പിന്നെ പറയാ, ഞങ്ങളോ സുന്നികളോ ഞങ്ങൾ എന്തെങ്കിലും ചരിത്രം എന്തെങ്കിലും 2 മണിക്കൂർ ഒരായത്ത് ഓതിയാലായി, അതിന് ഞങ്ങൾ കുഴപ്പവും. വൈദാ തുരിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ ഉണ്ടാവുന്ന. നിങ്ങൾ 38 മണിക്കൂർ 48 മണിക്കൂർ ഇങ്ങനെ ഒരു സ്ക്രീൻ ഇങ്ങനെ കെട്ടിയിട്ട് അപ്പുറം ഇപ്പുറം തല കട്ട് ചെയ്തിട്ട് കുറെ ക്ലിപ്പിംഗ് ഇട്ട് ഭയങ്കര ചിരി. അതല്ലാതെ വേറെന്താ? പിന്നെ മൂപ്പര് കോയിറച്ചി നിന്ന് കാറിൽ കയറിയാണ് പോവുകയും ചെയ്തു. ഇതല്ലാതെ വേറെന്താ ജനങ്ങൾക്ക് കിട്ടണേ? നേരെ മറിച്ച് ഇവിടെ തുടങ്ങിയ മുതൽ ഈ സമയം വരെ നമ്മൾ ശ്രമിച്ചല്ലോ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു വാചകം ഉണ്ടായോ? എത്ര ഖുർആൻ വചനം ഉദ്ധരിച്ചു എന്ന് എനിക്കും ഓർമ്മയില്ല. അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? അധ്യായം നമ്മുടെ വചന നമ്പർ കേട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചാകാം. നിങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കി, നിങ്ങളെ വകയായിട്ടൊന്നും പറയണ്ട. ഹദീസ് ഓതിക്കൊടുക്കി, നിങ്ങളെ വകയായിട്ടൊന്നും പറയണ്ട. ലോകത്ത് വിപ്ലവം ഉണ്ടായിക്കോളും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആനിലെ 40-ാം അധ്യായം 24-ാമത്തെ വചനമാണ് ഞാൻ എന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം ഇതാണ്: അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവരുടെ ഹൃദയത്തെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് ഖുർആനിനെ കുറിച്ച് പഠിക്കുക. ഇതര മത സമൂഹങ്ങൾക്കൊക്കെ ഖുർആന്റെ കോപ്പി എത്തിച്ചു കൊടുക്കുക, വായിക്കാനുള്ള അവസരം എടുക്കുക, പരമാവധി തെറ്റിദ്ധാരണകളെ തിരുത്തുക, ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപിരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതേത് മണ്ഡലങ്ങളിലും നന്മ നിറഞ്ഞ ത്യാഗനിർഭരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ